കാർത്തികയുടെ ജീവിതം ഒരിക്കലും സാധാരണമായിരുന്നില്ല. വിവാഹത്തിന് കുറച്ചു വർഷങ്ങൾക്കു ശേഷമാണ് അവൾക്ക് ഗുരുതരമായ രോഗം കണ്ടെത്തിയത്. ആദ്യം ചെറിയ ക്ഷീണം, ഇടയ്ക്കിടെയുള്ള പനി, പിന്നെ ആശുപത്രികളിലേക്കുള്ള നിരന്തര യാത്രകൾ. ചികിത്സകൾ നീണ്ടു, മരുന്നുകൾ കൂട്ടി, ദിവസങ്ങൾ പതുക്കെ ആശുപത്രി മുറികളുടെ മണവുമായി കലർന്നുപോയി. എന്നാൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അദ്ഭുതം അവളുടെ 5 വയസ്സുകാരി മകൾ ആശ ആയിരുന്നു. ആശയുടെ ലോകം വളരെ ചെറുതായിരുന്നു. അവളുടെ വീട്, ചുവരിൽ തൂങ്ങിയ അമ്മയുടെ പുഞ്ചിരിയുള്ള ചിത്രം, ജനലരികിലെ ചെറുപൂച്ചട്ടി, പിന്നെ ആശുപത്രിയിൽ നിന്നു മടങ്ങിവരുന്ന അമ്മയുടെ കാലടിസ്വരം. പല ദിവസങ്ങളിലും കാർത്തിക ആശുപത്രിയിലായിരിക്കും. വീട്ടിൽ അച്ഛനും അമ്മമ്മയും ഉണ്ടായിരുന്നെങ്കിലും ആശയുടെ കണ്ണുകൾ തിരയുന്നത് അമ്മയെ മാത്രമായിരുന്നു. വൈകുന്നേരം ഓരോ വാഹനശബ്ദവും കേൾക്കുമ്പോൾ അവൾ വാതിലിലേക്ക് ഓടി നോക്കും. അമ്മ വന്നോ എന്ന ചോദ്യമാണ് അവളുടെ ദിവസത്തിന്റെ ഹൃദയം. കാർത്തിക വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ദിവസങ്ങൾ വീട്ടിൽ ഉത്സവം പോലെയായിരുന്നു. ശരീരം ക്ഷീണിച്ചിരുന്നെങ്കിലും ആശയെ കാണുന്ന നിമിഷം അവളുടെ കണ്ണുകളിൽ വീണ്ടും പ്രകാശം നിറയും. ആശ ഓടിയെത്തി അമ്മയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കും. ആ ചെറിയ കൈകളുടെ ചൂടിൽ കാർത്തികയ്ക്ക് എല്ലാ വേദനകളും മറന്നുപോകും. അമ്മ, നമുക്ക് കളിക്കാം എന്നു പറഞ്ഞാൽ മരുന്നുകളും സൂചികളും നിറഞ്ഞ ജീവിതത്തിൽ നിന്നു കാർത്തിക വീണ്ടും ഒരു സാധാരണ അമ്മയായി മാറും. അവർക്കൊരു ചെറിയ ലോകമുണ്ടായിരുന്നു. മഴ പെയ്യുന്ന രാത്രികളിൽ ഇരുവരും ജനലരികിൽ ഇരുന്നു മഴ നോക്കും. ആശയ്ക്ക് കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടം. കാർത്തിക ഓരോ രാത്രിയും പുതിയ കഥകൾ ഉണ്ടാക്കി പറയും. മേഘങ്ങളിൽ വീട് കെട്ടിയ ഒരു പെൺകുട്ടിയെക്കുറിച്ച്, കടൽത്തീരത്ത് താമസിക്കുന്ന മീനരാജ്ഞിയെക്കുറിച്ച്, നക്ഷത്രങ്ങളെ എണ്ണുന്ന കുഞ്ഞിനെക്കുറിച്ച്. ചിലപ്പോൾ കഥ പറയുന്നതിനിടെ കാർത്തിക ക്ഷീണിച്ചു നിശ്ശബ്ദയാകും. അപ്പോൾ ആശ അമ്മയുടെ കവിളിൽ കൈവച്ചു ചോദിക്കും, അമ്മക്ക് വേദനയുണ്ടോ? കാർത്തിക പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കും. ഇല്ല മോളേ, നീ കൂടെയുണ്ടല്ലോ. ആശയ്ക്ക് യാത്രകൾ വളരെ ഇഷ്ടമായിരുന്നു. വലിയ യാത്രകൾ ഒന്നുമല്ല, അടുത്തുള്ള കടൽത്തീരത്തേക്കോ പാർക്കിലേക്കോ ഐസ്ക്രീം കടയിലേക്കോ പോകുന്നതുപോലും അവൾക്ക് വലിയ സന്തോഷമായിരുന്നു. ചികിത്സകൾക്കിടയിൽ കുറച്ചു ദിവസം ആരോഗ്യനില മെച്ചപ്പെടുമ്പോൾ കാർത്തിക ആശയെ കൂട്ടി പുറത്തുപോകും. കടൽക്കരയിൽ നിൽക്കുമ്പോൾ ആശ തിരകളെ കണ്ടു ചിരിക്കും. ആ ചിരി കേൾക്കുമ്പോൾ കാർത്തികയുടെ മനസ്സിൽ ഒരു ഭയം മുളയ്ക്കും. ഈ സന്തോഷം ഞാൻ എത്ര നാൾ കൂടി കാണും എന്ന ഭയം. പക്ഷേ അത് ഒരിക്കലും അവൾ മുഖത്ത് കാണിക്കാറില്ല. കാർത്തികയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടവയാണെന്ന്. ആ വാർത്ത ആദ്യം കേട്ട രാത്രിയിൽ അവൾ വളരെ കരഞ്ഞു. സ്വന്തം ജീവിതം അവസാനിക്കാനിരിക്കുകയാണെന്നതിനല്ല, ആശയെ വിട്ടുപോകേണ്ടി വരുമെന്ന ചിന്തയായിരുന്നു അവളെ തകർത്തത്. എന്നാൽ അടുത്ത ദിവസം ആശുപത്രി കട്ടിലരികിൽ ആശ വന്ന്, അമ്മ, നീ വേഗം വീട്ടിൽ വരണം. ഞാൻ ഒറ്റക്കാണ് എന്ന് പറഞ്ഞ നിമിഷം കാർത്തിക ഒരു തീരുമാനം എടുത്തു. ഇനി ശേഷിക്കുന്ന ഓരോ ദിവസവും മകൾക്ക് ഏറ്റവും മനോഹരമായ ഓർമ്മകളാക്കണം. അതിനുശേഷം കാർത്തിക ജീവിച്ചത് സമയത്തെ പേടിച്ചല്ല, സന്തോഷങ്ങളെ ചേർത്ത് പിടിച്ചായിരുന്നു. ആരോഗ്യനില മോശമായ ദിവസങ്ങളിലും ആശയുടെ മുന്നിൽ അവൾ ചിരിക്കാൻ ശ്രമിക്കും. ആശയും പതുക്കെ അമ്മയുടെ വേദനകൾ മനസ്സിലാക്കാൻ തുടങ്ങി. 5 വയസ്സിന്റെ നിഷ്കളങ്കതയ്ക്കുള്ളിൽ തന്നെ അവൾ വളർന്നു. മരുന്ന് സമയം ഓർമ്മിപ്പിക്കും, വെള്ളം കൊണ്ടുതരും, അമ്മ ക്ഷീണിച്ചാൽ മുടിയിൽ തലോടും. ചിലപ്പോൾ കാർത്തിക ഉറങ്ങുമ്പോൾ ആശ അവളുടെ അരികിൽ ഇരുന്ന് ചെറിയ ശബ്ദത്തിൽ പാട്ടുപാടും. ഒരു ദിവസം രാത്രി വൈദ്യുതി പോയപ്പോൾ ഇരുവരും മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഇരിക്കുകയായിരുന്നു. ആശ അമ്മയുടെ മടിയിൽ തല വെച്ച് ചോദിച്ചു, അമ്മ, നീ എപ്പോഴും എന്റെ കൂടെയുണ്ടാവുമല്ലോ? കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മകളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഞാൻ കാണാൻ ഇല്ലെങ്കിലും ഞാൻ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകും എന്ന് അവൾ പതുക്കെ പറഞ്ഞു. ആശയ്ക്ക് ആ വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായില്ല, പക്ഷേ അമ്മയുടെ ശബ്ദത്തിലെ സ്നേഹം അവൾ മനസ്സിലാക്കി. കാർത്തികയ്ക്ക് ആശ ഒരു മകൾ മാത്രമായിരുന്നില്ല, ജീവിക്കാൻ ഉള്ള അവസാന കാരണം ആയിരുന്നു. ഓരോ ശ്വാസവും അവൾ എടുത്തത് ആശയുടെ ചിരി വീണ്ടും കാണാനായിരുന്നു. ആശുപത്രിയിലെ വെളുത്ത ചുവരുകൾക്കിടയിലും അവൾ മനസ്സിൽ സൂക്ഷിച്ചത് മകളുടെ മുഖം മാത്രമാണ്. ആശയ്ക്കും അമ്മ ഒരു ലോകമായിരുന്നു, രോഗങ്ങളെക്കാൾ വലിയ, വേദനകളെക്കാൾ ശക്തമായ ഒരു ലോകം. അവരുടെ കഥ ദുഃഖത്തിന്റെ കഥയല്ല, അത് സ്നേഹത്തിന്റെ കഥയാണ്. ജീവിതം എത്ര ചെറുതായാലും സ്നേഹം ഉണ്ടെങ്കിൽ ഓരോ നിമിഷവും എത്ര മനോഹരമാകാമെന്ന് തെളിയിക്കുന്ന കഥ. മിൻസി മുരളി.